28 ഏപ്രിൽ 2025 PSC നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ വകുപ്പ് ചോദ്യപേപ്പറാണ് ഇന്ന് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 32/25M. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഒന്നേക്കാൽ കോടി മലയാളികൾ, EMSൻ്റെ പുസ്തകമാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? അതിനുത്തരം കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം. അതിനുത്തരം ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അതിനുത്തരം ചക്രവാദം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതിനുത്തരം കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ്? അതിനുത്തരം ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട രൂപമാണ് ക്ലിഫ് എന്ന് അറിയപ്പെടുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേത് എന്ന് തിരിച്ചറിയുക. അതിനുത്തരം ടെറായ് എന്നതാണ് ഉത്തരം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ അതിനുത്തരം ശബരിഗിരി, പത്തനംതിട്ട, അതാണ് തെറ്റായത്. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അതിനുത്തരം കൊൽക്കത്തയിലാണ് ഈ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വായിക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഒരു പോയിൻ്റ്. ഇനി രണ്ടാമത്തേത്, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഈ 2 പോയിന്റുകളാണ് അതിനുത്തരം. അടുത്തത്, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തേത്, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. അടുത്തത്, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇനി 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. അതിനുത്തരം വായിക്കാം. ദാദാഭായ് നവറോജി, മിച്ചമൂല്യ സിദ്ധാന്തം. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആര് എന്നതാണ് ചോദ്യം. അതിനുത്തരം പത്മ സുബ്രഹ്മണ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വായിക്കാം. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ തന്ന പേരുകളെല്ലാം ശരിയാണ്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം വായിക്കാം.
കോട്ടോണോപോളിഷ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ആദ്യത്തേത് ശരിയായത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. 2 പോയിൻ്റാണ് ഈ ചോദ്യത്തിൽ ശരിയായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നതാണ് 20ാമത്തെ ചോദ്യം. അതിനുത്തരം 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കുറയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. 21ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. അതിലെ ഉത്തരം വായിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അടുത്തത്, രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്ത ഉത്തരം, ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഈ 3 പോയിന്റുകളാണ് ഉത്തരങ്ങളായി വരുന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ്? ഏത് കമ്മിറ്റിയാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം, സംഘടനാ സ്വാതന്ത്ര്യം. അടുത്തത്, പൊതു തൊഴിലിൽ തുല്യ അവസരം. ഈ 2 പോയിന്റുകളാണ് ഇതിൽ ഉത്തരമായി വരുന്നത്. 24ാമത്തെ ചോദ്യം, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് C-വിജിൽ. 25ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. അപ്പോൾ അതിന് ഉത്തരം വായിക്കാം. യൂണിയൻ ലിസ്റ്റ്, അതിൽ വരുന്നതാണ് പ്രതിരോധം, ആണവോർജം. അടുത്തത് സംസ്ഥാന ലിസ്റ്റ്, അതിൽ വരുന്നതാണ് കൃഷി, മത്സ്യബന്ധനം. ഈ 2മാണ് ഇതിൽ ശരിയായ ഉത്തരം. ഇനി അടുത്ത 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം, കിരൺ റിജു ആണ് നിലവിലെ പാർലമെൻറ്റ് കാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അതിൽ ഉത്തരം വായിക്കാം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ആദ്യത്തേത് പോയിൻ്റാണ്. ഇനി 2ാമത്തെ ശരിയായ പോയിൻ്റ്, വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഈ 2 പോയിന്റുകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി 28ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റുകളും ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിന്, അടുത്തത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഈ 3 പോയിന്റുമാണ് വിവരാവകാശ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. തന്ന ഉത്തരങ്ങളെല്ലാം തന്നെ ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നതാണ് 29ാമത്തെ ചോദ്യം. അതിനുത്തരം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9 സീറ്റാണ് കേരളത്തിൽ രാജ്യസഭയിലേക്കുള്ളത്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? അതിനുത്തരം രാജേന്ദ്ര വിശ്വനാഥ് ലേക്കറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? 34ാമത്തെ ചോദ്യമാണ്. അതിനുത്തരം വായിക്കാം. പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം ആണിത്. പിന്നെ അടുത്ത ഉത്തരം സിമൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല, അത് സിമൻറ്റം. ഈ 2 പോയിന്റുകളാണ് ഇതിലെ ഉത്തരമായി വരുന്നത്. ഇനി 35ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ
ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ജീവകം ഇ ആണ് ഇതിനുത്തരം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി കണ്ടെത്തുക. അതിനുത്തരം എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഇതാണ് അതിനുത്തരം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. അപ്പോൾ എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ, അതാണ് അതിൽ ഉത്തരം. ഇനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ് എന്നതാണ് 37ാമത്തെ ചോദ്യം. അതിനുത്തരം അമൃതം ആരോഗ്യം. ഇതാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. 38ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത് എന്നതാണ് ചോദ്യം. അതിനുത്തരം ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതാണ് അതിനുത്തരം. 39ാമത്തെ ചോദ്യം. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകൾ അതിൽ ശരിയായത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, ഇത് മാത്രമാണ് ഇതിൽ ഉത്തരം ശരിയായി വരുന്നുള്ളൂ. ഇനി അടുത്ത 40ാമത്തെ ചോദ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യയാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം. 41ാമത്തെ ചോദ്യം. അതിനുത്തരം നൈജീരിയയാണ് ഈ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? അതിനുത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനം മൂലമാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നതാണ്. അപ്പോൾ അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് അതിനുത്തരം സെക്കൻഡാണ്. പിന്നെ തെറ്റായ ഉത്തരങ്ങളാണ് മീറ്റർ, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. അതിൽ ഉത്തരം സെക്കൻഡാണ് കൂട്ടത്തിൽപ്പെടാത്തത്. 44ാമത്തെ ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക എന്നതാണ് ചോദ്യം. അതിനുത്തരം -8 സെൻറ്റിമീറ്റർ എന്നതാണ് ഉത്തരം. 45ാമത്തെ ചോദ്യം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം മുംബൈയാണ് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏത്? ഇറ്റലിയാണ് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? അത് കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് ചുവരിൽ തിളക്കം കാണപ്പെടുന്നത്. 48ാമത്തെ ചോദ്യം. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം FeCl2H2 ഉണ്ടാകുന്നു എന്നതാണ് അതിൽ ഉത്തരം. 49ാമത്തെ ചോദ്യം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഉത്തരം 10. 50ാമത്തെ ചോദ്യം. ഡാഷ് ഉൽപ്പാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? അതിനുത്തരം Ti02. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അതിനുത്തരം ബോയിൽ നിയമം അനുസരിച്ചാണ് അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത്. 52ാമത്തെ ചോദ്യം. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെ എന്നതാണ് ചോദ്യം. ഉത്തരം കാക്കനാട് എന്നതാണ്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? PJ ആൻ്റണിയാണ്. ചിത്രം നിർമാല്യം.
താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ശരിയായ ഉത്തരം മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഇത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? എഴുതിയത് EV രാമകൃഷ്ണനാണ്. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഉത്തരം വായിക്കാം. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അടുത്ത ഉത്തരം 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ്. 59ാമത്തെ ചോദ്യം. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഇമേജ് ടാഗ് IMG ടാഗാണ് ഉപയോഗിക്കുന്നത്. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതിനുത്തരം റൗട്ടറാണ് ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. അതിനുത്തരം സർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതാണ് ഉത്തരം. 63ാമത്തെ ചോദ്യം. ഇൻപുട്ട് ഉപകരണം ഏതാണ് എന്നാണ്. അതിൽ പ്രിൻ്റർ ഉണ്ട്, പ്ലോട്ടർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, സ്കാനർ ഉണ്ട്. ഇൻപുട്ട് ഉപകരണം സ്കാനറാണ്. 64ാമത്തെ ചോദ്യം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ് എന്നതാണ് ചോദ്യം. അതിനുത്തരം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ കുട്ടിയായിട്ടാണ് പോക്സോ നിയമം 2012 പ്രകാരം നിർവചിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നതാണ് നിയമം അനുശാസിക്കുന്നത്. ഒരു തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ജയന്തി പട്നായിക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് വായിക്കാം. ഗാർഹിക പീഡനത്തിന് ഇര ആയവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 69ാമത്തെ ചോദ്യം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 6 അംഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ ഉള്ള അംഗങ്ങൾ. അവസാനമായി വായിക്കുന്ന ചോദ്യം. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150 പേർക്കാണ് താമസ സൗകര്യം നൽകേണ്ടത്. 70 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.